ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനാണ്. ഇപ്പം ബിഗ് ബോസിൽ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് വീട് ഒരു സിനിമയാണെങ്കിൽ ആ വീട്ടിലെ നായകൻ, വില്ലൻ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് എന്നീ ക്രമത്തിൽ 3 പേരെ പറയാനാണ് പറഞ്ഞത്. ആദ്യം നിവിൻ വരുന്നു. നിവിൻ നായകനായിട്ട് ഷാനവാസിനെ പറയുന്നു, വില്ലനായിട്ട് അക്ബറിനെ പറയുന്നു, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് അനീഷിനെ പറയുന്നു. ലക്ഷ്മി പറയുന്നത് നായകനായിട്ട് അനീഷിനെ, ഇത് നേരെ തിരിച്ച് ആണ് പറയുന്നത്, നായകനായിട്ട് അനീഷിനെ, വില്ലനായിട്ട് ഷാനവാസിനെ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് ആദിലേനെ പറയുന്നു. ഇത് ഏകദേശം ഒരു കറക്റ്റ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന ഒരു കഥയുടെ ഒരു രൂപമായിട്ട് തോന്നി. ആര്യൻ പറയുന്ന നായികയായിട്ട് അനുമോളെ, വില്ലനായിട്ട് അക്ബറിനെ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് നൂറേനെ. അനീഷ് പറയുന്ന നായകനായിട്ട് നിവിനെ, വില്ലനായിട്ട് ആദിലേനെ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് സാബു. ഷാനവാസ് പറയുന്ന സാബുവിനെ നായകനായിട്ട്, നിവിനെ വില്ലനായിട്ട്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് ലക്ഷ്മി. ആദില നായികയായിട്ട് അനുമോളെ, വില്ലനായിട്ട് ബിന്നീനെ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് അനീഷിനെ. സാബു പറയുന്ന നായിക അനുമോൾ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് നൂറ, വില്ലൻ നിവിൻ. അനുമോൾ, സാബു, വില്ലൻ നെവിൻ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ബിന്നി. ബിന്നി പറയുന്നത് അനുമോൾ നായിക, അക്ബർ വില്ലൻ, നൂറ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്. നൂറ, അനുമോൾ, നിവിൻ വില്ലൻ, ആദില ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്. അക്ബർ വന്നിട്ട് പറയുന്നത് ഷാനവാസ് നായകൻ, ബിന്നി ബാക്ക്ഗ്രൗണ്ട് വില്ലൻ, നൂറ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്. ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? എങ്ങനെയാണ്? അനുമോളെയാണ് ഇവിടെ കൂടുതൽ പേര് നായികയായിട്ട് പറഞ്ഞത്.